ഹായ് ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ അനുമോളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സപ്പോർട്ടിങ് വീഡിയോ ആയിട്ട് വന്നു. ചെറുതാണ്, നമ്മൾ ചെറുതായി സപ്പോർട്ടിങ് ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. ഞാനൊരു ബിസിനസ് തുടങ്ങിയ സമയത്ത് എന്നെ ചെറുതായി ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ വലുതായി വന്നത്. ഇപ്പോൾ അവരുടെ ബിഗ് സപ്പോർട്ടാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഞാൻ റീൽസ് ഈ കസേര ഇതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ആക്ച്വലി ഞാൻ അപ്പത്തെ എൻ്റെ ബെഡ്റൂമിൽ ഇരുന്ന് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര ബഹളമാണ്, വണ്ടിയുടെ ബഹളം. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഒച്ചപ്പാട് കയറി വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഊഞ്ഞാലേരിയിലേക്ക് കിടന്നത്. പക്ഷേ ഊഞ്ഞാൽ ഇങ്ങനെ കിടന്ന് കറങ്ങും. ഊഞ്ഞാൽ ഞാൻ കയറി ഇരിക്കുമ്പോഴത്തേക്കും ഊഞ്ഞാലിങ്ങനെ കിടന്ന് കറങ്ങുന്ന ഇഷ്ടം. ഇതിനകത്തൊരു ബ്ലാക്ക് ഫില്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വാഷിങ്ങിന് പോയിരിക്കുകയാണ്, അത് വന്നിട്ടില്ല. അത് കാരണം ഇത് എൻ്റെ വേറൊരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലിൻ്റെ കുഷി ഞാൻ താൽക്കാലികമായി ഇതിലേക്ക് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എന്തായാലും കുറേ ദിവസമായില്ലേ ഇങ്ങനെ ഒരു ഓൺ വോയിസിൽ വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഖമായിരിക്കട്ടെ, എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ പോലും നമ്മൾ എന്നാൽ പാരസെറ്റമോൾ മതി അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മൾ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം മെഡിസിൻ എടുക്കാൻ കേട്ടോ. പിന്നെ പരീക്ഷാകാലഘട്ടം വരികയാണ്. ഇപ്പോഴേ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്, പരീക്ഷാകാലഘട്ടം വരികയാണ്. നമ്മുടെ മക്കളെ ഈ ഒരു 2-3 മാസം നമ്മൾ എന്തൊക്കെ തിരക്കാണ്, ബിസിയാണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കുക. ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക കേട്ടോ. കുറച്ചധികം പരീക്ഷ കാലഘട്ടം. അത് പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോടും +2 പഠിക്കുന്ന കുട്ടികളോടും അവരുടെ പേരൻസിനോടുമാണ് ഞാൻ പറയുന്നത്. ഗ്രാൻഡ് പേരൻസിനോട് പ്രത്യേക ഒരു കാര്യം പറയട്ടെ, കുട്ടികളെ അധികം കൊഞ്ചിക്കാൻ നിൽക്കല്ലേ. കാരണം വേറൊന്നുമല്ല, പണ്ടത്തെ കുട്ടികളെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അയ്യോ സാരമില്ല, അവൻ ഫോൺ കൊടുത്താലേ കഴിക്കൂ, അല്ലെ അവൻ ഫോണ് വേണം, അത് കൊടുക്ക്, കുട്ടിയല്ലേ, അങ്ങനെ പറയുന്ന അത് ഒഴിവാക്കണം കേട്ടോ നിങ്ങൾ ഗ്രാൻഡ് പേരൻസ്. കാരണം കൊച്ചുമക്കൾക്ക് എപ്പോഴും ഗ്രാൻഡ് പേരൻസിനോട് ഇഷ്ടമുണ്ട്. കാരണം അവർ കൂടുതൽ ഒരു വഴക്കൊന്നും പറയാതെ അല്ലെങ്കിൽ നല്ല കെയറിങ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അത് നല്ലതാണ്. പക്ഷേ ഈ ഫോണിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പേരൻസ് അത് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് തക്കമായ കാരണങ്ങളുള്ളത് കൊണ്ടായിരിക്കുമല്ലോ വേണ്ട എന്ന് പറയുന്നത്. പേരൻസ് മാത്രമല്ല, മിക്ക ഡോക്ടേഴ്സും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിലടക്കമുള്ള എല്ലാവരും പറയുന്നത് കുട്ടികളിൽ നിന്ന് ഫോണ് മാക്സിമം അകറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേ ഓരോ കണക്റ്റഡായിട്ട് ഓരോ സബ്ജക്റ്റിലേക്ക് മാറി പോകുന്നതാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, എൻ്റെ സുഹൃത്ത് ഒരു ഡ്രസ്സിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവൾ ബിസിനസ് ചെയ്യുന്നത്. തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഈ കഴിഞ്ഞ ഓണത്തിനാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ആൾക്ക് 3 കുട്ടികളാണ്. അപ്പോൾ അവരുടെ പഠിത്തവും കാര്യങ്ങളും, പിന്നെ ചെറിയൊരു മോളാണുള്ള 2.25 വയസ്സ് അവർക്കാവുന്നു. അപ്പോൾ ആ കുട്ടീനെ നോക്കാൻ വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോൾ കുട്ടിയെ ഏൽപ്പിച്ച് പോകാൻ ആളില്ലാത്തതുകൊണ്ട് മറ്റൊരു ജോലിക്ക് പോകാൻ സാധ്യത കുറവാണ്, ചാൻസ് ഇല്ല, പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ കുട്ടിയെ പിന്നെ ഡേ കെയറിലാക്കിയാലും ഒരു 5:30-6 മണിയാകുമ്പോൾ നമ്മൾ പിക്കപ്പ് ചെയ്യണം. അപ്പോൾ ആ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നമുക്ക് ആ സമയത്ത് ഇറങ്ങാൻ പറ്റുമെന്ന് ഉറപ്പില്ല. അങ്ങനെ ആള് ദക്ഷിണ എന്ന് പറയുന്ന ഒരു ഡ്രസ്സിങ് സ്റ്റോറ് ഞാൻ ഓൾറെഡി ഇതിനകത്ത് റീലിട്ടുണ്ടായിരുന്നു. ആളുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് ആണല്ലോ പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ ആ പർച്ചേസ് അങ്ങ് ഒഴിവാക്കിയിട്ട് ഞാൻ വീണയോട് പറഞ്ഞു, വീണ എനിക്ക് ഇന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സ് വേണം. അപ്പോൾ അവൾ എന്ത് ചെയ്യും, അവളത് നോക്കും ഏത് ഷോപ്പിലാണ് ഉള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് എത്രയാണ്, അതിൻ്റെ ക്വാളിറ്റി എത്രയാണ് എന്ന് തിരഞ്ഞു പിടിച്ചിട്ട് എനിക്കത് മേടിച്ച് കൊറിയർ ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിക്കൂ, നമ്മൾ കടയിൽ പോയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെയാണ് ഈ കുട്ടി ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള സാധനം എനിക്ക് തരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ലാസ്റ്റ് എനിക്ക് തന്ന ഡ്രസ്സ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ ചുരിദാറൊന്നും ഞാൻ യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഇടയ്ക്കൊക്കെ എവിടെയൊക്കെയോ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. മെയിൻലി ഞാൻ ജീൻസ് ആൻഡ് ടോപ്പ് ഷർട്ട്സ് അങ്ങനത്തെ മോഡേൺ ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പോകുമ്പം കംഫർട്ടബിളായിട്ട് ഡ്രസ്സിങ് വേണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു കോട്ട് സെറ്റ് അവളുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തു. എനിക്കത് ചുരിദാർ പോലെ ഓർഡർ ചെയ്യാൻ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു പാൻറ്റും ടീഷർട്ടും സെറ്റായിട്ട് വരുന്നത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓർഡർ ഭയങ്കര ഞാനൊന്നും അറിഞ്ഞു. ഞാൻ ഓൾറെഡി എൻ്റെ സജഷൻസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ഓർഡറാക്കി തന്നു കേട്ടോ. ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമില്ല, ഒരാളൊരു ബിസിനസ് തുടങ്ങി ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. ദക്ഷിണയുടെ പേജിലും ഒരുപാട് നെഗറ്റീവ്സ് വരും. ഈ നെഗറ്റീവ്സ് വരുന്നത് ആരാന്ന് വെച്ചാൽ ഒന്നുകിൽ ആളുടെ
ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ആളുമായി ശത്രുത, അതായത് ആൾക്ക് ശത്രുത ഉണ്ടായിട്ടല്ല, അവളങ്ങനെ നന്നാവണ്ട അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ചിലപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം, ചിലപ്പോൾ പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാളും ആയിരിക്കാം. നമ്മൾ ഒരു സ്ത്രീ ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്നു. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേണ്ട, ഹെൽപ്പ് ചെയ്യേണ്ട, നമ്മൾ വാങ്ങിക്കേണ്ട, അത്രയല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? കാരണം ഒരു ദിവസം നമുക്കും ഇതുപോലത്തെ സാഹചര്യങ്ങളോ അവസരങ്ങളും വന്നു ചേരാം, പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഒരു കാര്യങ്ങളല്ലേ, സൗണ്ട് മാറിയല്ലോ, മനുഷ്യൻ്റെ കാര്യങ്ങളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്നെ ആദ്യം ഞാൻ ഈ ബിസിനസ് പ്രൊഫഷണൽ ഓർഗനൈസിങ് ടീം എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ എല്ലാവരും കളിയാക്കി. ചികിത്സ ചെയ്യുന്ന നീ എന്ത് ചെയ്യാൻ അടിച്ചു വരാൻ പോകുന്നത്? നീ ബാത്റൂം കഴുകാനാണോ പോകുന്നത്? നീ തൂത്ത് വരാൻ പോകുന്നതല്ലേ? അല്ലെങ്കിൽ നീ തുണി കഴുകി കൊടുക്കാൻ പോകുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയായിരുന്നു. ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ക്ലയൻസ്, അതായത് എനിക്ക് വർക്ക് തരുന്ന ക്ലയൻസ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അനു നീ ചെയ്യുന്നത് പ്രൊഫഷണൽ ഓർഗനൈസിങ്, പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് കേരള ടൈപ്പോ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിലുള്ള വർക്കല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇൻ്റർനാഷണൽ ടൈപ്പ് ഓഫ് വർക്കാണ് ചെയ്യുന്നത്. കാരണം അവർ യൂസ്ഡ് ആക്കുന്ന പോലെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ അവർ എങ്ങനെ വീടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ക്ലയൻസിന് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. കാരണം നീറ്റ് ആൻഡ് ക്ലീൻ ഹൈജീൻ എന്നുള്ളത് നമ്മളുടെ മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എൻ്റെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്ലയൻസ് ആണ്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡസ്റ്റ്, ഇപ്പോൾ ഈ ഒരു ഊഞ്ഞാൽ ഇതിനകത്ത് ഡസ്റ്റ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഡസ്റ്റ് പോലും അവർക്ക് പറ്റില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ ഇന്ന് മന്ത്ലി സർവീസ് കൊടുക്കുന്നുണ്ട്, 2 months കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട്, 6 months കൂടുമ്പോൾ എടുക്കുന്ന ആൾക്കാരുണ്ട്, ഇയർലി വൺസ് ടൈം എടുക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ വീക്ക്ലി എടുക്കുന്ന ആൾക്കാരുണ്ട്. കാരണം വീക്ക്ലി എടുക്കുന്നവരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ ബിസി ഷെഡ്യൂളിലുള്ള ആൾക്കാരുമാണ്. അവർക്ക് എപ്പോഴും വീടിങ്ങനെ ഭംഗിയായിട്ട്. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡും കൂടി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് നല്ല രീതിയിൽ ടീം ബേസ് ചെയ്തു. ഇന്ന് എനിക്ക് എൻ്റെ ബാക്കിൽ നിൽക്കാൻ കുറേ കുട്ടികൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ കൂടെ സപ്പോർട്ട് ആയതുകൊണ്ടാണ് എനിക്കിതൊരു വലിയൊരു ഫെയിമാക്കി മാറ്റാൻ ഇരിക്കുന്നത്. പിന്നെ ആൺകുട്ടികളാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പെൺകുട്ടികളെ വർക്കിന് എടുക്കാത്തത് കൊണ്ടൊന്നുമല്ല, ഞാൻ എടുത്തിരുന്നപ്പോൾ അവർക്ക് നടുവിന് പ്രശ്നം, കാലിന് പ്രശ്നം, പിന്നെ അവർ എന്താ പറയുക, ഓഫീസ് ജോലി ചെയ്യുന്ന പോലെ ഇങ്ങനെ പതുക്കെ ഇരുന്ന് ചെയ്യേണ്ട ജോലിയല്ല എൻ്റെതിന് ഒരു സ്പീഡുണ്ട്, ഒരു കൈ സ്പീഡുണ്ട്. അപ്പോൾ അത് മാക്സിമം പെട്ടെന്ന് ചെയ്ത് തീർക്കാന്നുള്ളതാണ് എൻ്റെ വർക്കിൻ്റെ ഒരിത്. കാരണം അതാണ് ക്ലയൻസ് നമ്മളിൽ ക്യാച്ചായത്. എന്നിൽ ക്യാച്ചായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ടൈം കൊണ്ട് അത്രയും ക്വാണ്ടിറ്റി വർക്ക് പെട്ടെന്ന് എടുത്ത് തീർക്കുന്നു. അതാണ് അവരെന്നിൽ നിന്ന് കണ്ട ക്വാളിറ്റി. ആ ക്വാളിറ്റി ബേസിലാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ വർക്കുകൾ എനിക്ക് എടുത്ത് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ക്ലയൻസിൻ്റെ ഡീറ്റെയിൽ ഒരിക്കലും ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു. അവർക്ക് ഇഷ്ടമല്ല. സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. എൻ്റെ ക്ലയൻസ് കൂടുതൽ, എനിക്ക് തോന്നുന്നു 99% പേര് സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആൾക്കാരാണ്. ആക്ച്വലി 1% ആൾക്കാരോ മറ്റോ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 3-4 പേര് മാത്രമാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ക്ലയൻസ് എനിക്കുള്ളത്. അല്ലാതെ ബാക്കിയുള്ളവർ ആരും സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് യൂസ് ആക്കുന്നവരല്ല. കാരണം അവർക്ക് അതിനൊന്നുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇതും ഞാൻ ദക്ഷിണയിൽ നിന്നും കളക്ട് ചെയ്ത ഒരു ഡ്രസ്സാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു സെറ്റ് ഷോളോട് കൂടി സെറ്റുള്ള ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. മെറ്റീരിയലാണ് വേണ്ടത്, സ്റ്റിച്ച് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു എൻ്റെ അളവിന്. കാരണം എൻ്റെ അളവ് സത്യം പറഞ്ഞാലോ റെഡിമെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സെറ്റ് ആവില്ല. ഒന്നാമത് ഒരു സെറ്റ് ആവത്തില്ല സത്യമായിട്ടും. അത് ഷോൾഡർ പ്രശ്നം ഉണ്ടാവും, കൈ പ്രശ്നം ഉണ്ടാവും, പിന്നെ ഇവിടെ ഈ ഷേപ്പിൻ്റെ പ്രശ്നം ഉണ്ടാവും, ഇറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റെഡിമെയ്ഡിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് കറക്റ്റ് ആവില്ല, പിന്നെ അത് കുറേ പണിയുണ്ട് അതിനകത്ത്. അത് കാരണമാണ് റെഡിമെയ്ഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനിത് കളക്ട് ചെയ്തത്. ഇതിനകത്ത് അവർ എനിക്ക് നന്നായിട്ട് തന്നെ അവരെനിക്ക് പറഞ്ഞു തന്നു. ആദ്യം ഇത് പ്ലെയിൻ ആയിട്ട് തയ്ക്കാമെന്നായിരുന്നു തീരുമാനിച്ചത്. ഇത് പ്ലെയിൻ ടോപ്പാണല്ലോ, അതിൻ്റെ അടിയിൽ വരുന്നിട്ട് മാത്രമാണ് ഡിസൈനുള്ള. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഫുള്ള് വെർഷൻ പോയി നോക്കണം. ഇവിടെ ഇരുന്ന് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ ഇതുള്ളതുകൊണ്ട് എനിക്ക് എണീറ്റ് തരാം. പിന്നെ ക്യാമറ എടുത്തുതരാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട്, സന്താനം സ്കൂളിൽ പോയിക്കുന്നതുകൊണ്ടുമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇവിടെ ഒരു റെഡ് പൈപ്പിങ്
ഈ ഒരു ഡീറ്റെയിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി, ഈ ഒരു ഭാഗത്തിന് ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ അവരുടെ സജഷൻ പ്രകാരമായിട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ നന്നായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലെയിനായി കിടക്കുന്നേക്കാളും ഭംഗി ഇതായിരുന്നു. പിന്നെ കയ്യിൽ ഇവർ ഇത് വെച്ച് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കോട്ടൺ മെറ്റീരിയലാട്ടോ, സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്, വലിയ പൈസയൊന്നുമല്ല. എന്നാൽ ഞാൻ പറയാം, ഈ ഒരു മെറ്റീരിയലിന് എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു 1000 സംതിങ് രൂപ എന്തായാലും സെറ്റ് ഡ്രസ്സിനുണ്ട്. പക്ഷെ ആളെനിക്ക് തന്ന അഫോർഡബിൾ പ്രൈസിലാണ് 900 റുപ്പീസിനാട്ടോ തന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലവ് യു ലവ് യു ലവ് യു ലവ് യു. ഓക്കെ, താങ്ക് യു. അപ്പം വീണേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നതിന് ഇഷ്ടമുള്ളവർ എന്തായാലും വീണേനെ പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്തുകൊണ്ട് ആ കുട്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരാളുടെ മുന്നിൽ എനിക്കതില്ല, എനിക്കിതില്ല, എനിക്ക് അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്തും പൈസ ചോദിക്കാനോ അതിനൊന്നും ആ കുട്ടി നിൽക്കുന്നില്ല. അവൾക്കുള്ള കഴിവ് കൊണ്ട് അവൾ ജീവിക്കുന്നു. പിന്നെ ഒരാളുടെ ഡ്രസ്സ്, ഇപ്പോൾ ഒരു മോഡലെ വെച്ച് ഡ്രസ്സ് ചെയ്യാനെന്നുള്ള സാമ്പത്തിക ശേഷിയൊന്നും ആ കുട്ടിയെ സംബന്ധിച്ചില്ല. അപ്പം എന്താണ് ആള് തന്നെ ഇട്ടിട്ട് അതിന് റിവ്യൂ കൊടുക്കുകയാണ് ഡ്രസ്സിന്. മനസ്സിലായില്ല, ആള് തന്നെ പറയുകയാണ് ഇത് ഇന്ന ഡ്രസ്സാണ്, ഇന്ന പോലെ. കഴിഞ്ഞ ദിവസം അവളിട്ട ആ ചെങ്കൽ കളറ് വൈറ്റ് ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത മ്യൂറൽ പെയിൻറ്റ് ചെയ്തല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ സാധനം എൻ്റെ കയ്യിൽ കിട്ടും. അപ്പോൾ ഞാനത് ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ സഹജീവികളോട് നമ്മൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ദോഷം വരാൻ പോകുന്നില്ലെന്നേ. നമുക്ക് നല്ലതേ ദൈവം തരുള്ളൂ, മനസ്സിലായില്ലേ? കാരണം ചിലപ്പോൾ ആ ഒരു 100 രൂപ കിട്ടുന്നതുകൊണ്ടായിരിക്കും ആ കുട്ടി അന്നം കഴിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമ്മൾ കൊടുക്കണ ഈ 100 രൂപ കൊണ്ട് ആ കുട്ടി വേറൊരാൾക്ക് അന്നം കൊടുക്കുന്നുണ്ടാവും. മനസ്സിലായോ? ഒരു കൈ കൊടുക്കുന്ന മറു കൈ അറിയാതെ ഇരിക്കാനും ചിലവർ ശ്രമിക്കും. മനസ്സിലായില്ലേ? അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്കും താങ്ക്സ് കേട്ടോ. ഞാനിത് പ്രതീക്ഷിക്കാതെ എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ പറയുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആവുന്നുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ള, 10ാം ക്ലാസ്സിലും +2 പിള്ളേരോടാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷയാണ്. ഈ ഒരു 3 മാസം നിങ്ങളൊന്ന് ജസ്റ്റ് കറക്റ്റായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. നമുക്ക് വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്, പക്ഷേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾ മനസ്സിരുത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളാൽ ആവുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ബാക്കി ദൈവം നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ കൂടെ നിൽക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് പോകാൻ ടൈമായി. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ആൻഡ് താങ്ക് യു വീണ സോ മച്ച് ഫോർ ഗിവ് ദിസ് ഡ്രസ്. ഐ ലവ് യു. അപ്പോൾ ഓക്കെ, ബൈ. അതെ, ആ ഡ്രസ്സിൻ്റെ ഫുൾ വേർഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്മ്യൂണിറ്റി സൈറ്റിൽ കയറിയിട്ട് സെലക്ട് ചെയ്യാൻ, സജഷൻസ് കൊടുക്കുക. അതിനനുസരിച്ച് ആൾ പിക്ക് ചെയ്ത് തരും. അടിപൊളിയാണ് കേട്ടോ. ഒന്നും റെഡി. ഞാൻ ആഗ്രഹിച്ച എന്താണോ അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് ലാസ്റ്റ് അവസാനം നിങ്ങളെ ഫുള്ളായിട്ട് കാണിക്കാനുള്ള ഒരു എന്താ പറയുക, കാട്ടിക്കൂട്ടൽ എന്നൊക്കെ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അങ്ങനെ ഒരു കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ റീൽസായിട്ട് ചെയ്യുന്നുണ്ട്, ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് അഭിമാനിക്കാം. കാരണം നല്ലൊരു വുമണിൻ്റെ കയ്യിലാണ് ഞാൻ എൻ്റെ പൈസ ഏൽപ്പിച്ചു എന്നുള്ളതിന്. ആൻഡ് താങ്ക് യു.